ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി 4th സെമസ്റ്റർ മെയിൻ പേപ്പറായിട്ടുള്ള സോഷ്യോളജി ഓഫ് കേരളം എന്ന പേപ്പറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ ഏപ്രിൽ 2023 നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് പറയാൻ പോകുന്നത്. സോഷ്യോളജിയെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണെങ്കിൽ ഏകദേശം അതിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 2022 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സെക്ഷൻ എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേര ഡൈനാസ്റ്റി. ചേര ഡൈനാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു. പ്രധാനമായിട്ടും 3 രാജവംശങ്ങളായിരുന്നു ദക്ഷിണേന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്: ചോള, പാണ്ഡ്യ, ചേര. അതിൽ ഈ ചേര വംശം എന്ന് പറയുന്നത് BC 1-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലായിരുന്നു ചേര രാജവംശം നിലനിന്നിരുന്നത്. ഇവരുടെ ഏറ്റവും വലിയ ചേര രാജാവ് എന്ന് പറയുന്നത് സെങ്കുട്ടവനായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തോൽക്കപ്യം. തോൽക്കപ്യത്തെക്കുറിച്ച് എഴുതാനാണ്. സംഘസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് തോൽക്കപ്യം എന്ന് പറയുന്നത്. സംഘസാഹിത്യങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഈ സാഹിത്യങ്ങളിൽ തന്നെ ഏറ്റവും പഴയതാണ് തോൽക്കപ്യം എന്ന് പറയുന്ന സാഹിത്യം. ഒരു തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് ഈ ഒരു തോൽക്കപ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റിലീജിയസ് പ്രാക്ടീസ് ഓഫ് സംഘം ഏജ്. സംഘ കാലഘട്ടത്തിലെ റിലീജിയനെ കുറിച്ചാണ് എഴുതേണ്ടത്. AD 3-ാം നൂറ്റാണ്ട് മുതൽ BC 3-ാം നൂറ്റാണ്ട് വരെയൊക്കെയുള്ള കാലഘട്ടത്തിനെയാണ് സംഘകാലഘട്ടം എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. സംഘകൃതികളിൽ നിന്നാണ് നമുക്ക് സംഘകാലഘട്ടത്തിലെ റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കുക. പ്രധാനമായിട്ടും റിലീജിയന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ജൈനിസം, ബുദ്ധിസം, ബ്രാഹ്മണിസം ഒക്കെ ആ സമയത്ത് ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചാതുർവർണ്ണ. വർണ്ണ സിസ്റ്റത്തിനെ കുറിച്ച്. ചാതുർവർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർണ്ണങ്ങളെ പറ്റിയാണ് പറയുന്നത്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യ, ശൂദ്ര. ഇങ്ങനെയാണ് ചാതുർവർണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും ഉയർന്ന വർണ്ണം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എടനാട്. എടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് തീരപ്രദേശം, മലനാട്, എടനാട്. അതിലെ തീരപ്രദേശത്തിൻ്റെയും മലനാടിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലത്തിനെയാണ് എടനാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് എടനാട് എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന വിളകൾ ഉണ്ടാവുന്ന ലാറ്ററൈറ്റ് മണ്ണാണ് ഈ പ്രദേശത്ത് ഉണ്ടാവുക. മരച്ചീനി, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃഷി വിളകൾ എന്ന് പറയുന്നത്. അടുത്തത് പോളി ആൻഡ്രി. പോളി ആൻഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ 2 അതിലധികമോ പുരുഷന്മാർ ഒരേ സമയം വിവാഹം കഴിക്കുന്നതിനെയാണ് പോളി ആൻഡ്രി എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം, ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്നത് തന്നെ ഒരു സോഷ്യൽ ഗ്രൂപ്പിനെയാണ് കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ജ്യൂസ് ഇൻ കേരള. ജൂതമതം കേരളത്തിൽ എങ്ങനെയാണെന്നതിനെ പറ്റിയാണ് എഴുതേണ്ടത്. ബുദ്ധമതത്തിൻ്റെ അതേ സമയത്ത് തന്നെയാണ് ജ്യൂസ് ഇൻ കേരള. ജൂതമതത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ജൂതമതം കൊച്ചിയിലാണ് സെറ്റിലായിട്ടുള്ളത്. ആൻഷ്യൻ്റ് സമയത്ത് തന്നെ ജൂതന്മാരെ നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൊച്ചിൻ ജ്യൂസ് ആർ ദ ഓൾഡസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ജ്യൂസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഓൾഡസ്റ്റ് ജൂതന്മാരുടെ ഗ്രൂപ്പായിട്ട് അറിയപ്പെടുന്നത് കൊച്ചിൻ ജ്യൂസ് ആണ്. 9, ചട്ടമ്പി സ്വാമികൾ. ഒരു മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. 1800കളുടെ അവസാനത്തിലായിരുന്നു കേരളത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വരവ്. തിരുവനന്തപുരത്തെ ഒരു നായർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. എങ്കിലും ബ്രാഹ്മണന്മാരുടെ ആധിപത്യത്തിനെതിരെയും അതുപോലെ നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥക്കെതിരെയും അദ്ദേഹം പോരാടി. കേരളത്തിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജാതീയതക്കെതിരെയും വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അടുത്തത് മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തൊട്ടുകൂടായ്മ ഒഴിവാക്കുന്നതിനും അതുപോലെ അടിച്ചമർത്തപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാമൂഹ്യ സമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ വന്ന ഒരു പ്രധാന സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി എന്ന് പറയുന്നത്. പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പൊതുവഴികളിലൂടെ സ്വതന്ത്രമായി നടക്കാനുള്ള അവകാശത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ
നടന്നു. 1907 അയ്യങ്കാളി SNDP യോഗത്തിൻ്റെ മാതൃകയിൽ ഒരു സാധുജന പരിപാലന യോഗം എന്ന സാമൂഹ്യ സംഘടന സ്ഥാപിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, മറ്റ് അവശ്യ സേവനങ്ങൾ എന്നിവ നൽകി ഹരിജൻ സമൂഹത്തിൻ്റെ ഉന്നമനമാണ് ആ ഒരു സംഘടന ലക്ഷ്യമിട്ടിരുന്നത്. 11 അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതിനെതിരെ വന്നതാണ് അൺടച്ചബിലിറ്റി. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മുകളിൽ ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ കാണാനോ തൊടാനോ സംസാരിക്കാനോ ഉള്ള അവകാശം ഉണ്ടായിട്ടില്ല. അതിനെയാണ് അൺടച്ചബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 12 ലൈബ്രറി മൂവ്മെൻറ്റ്. പുസ്തകങ്ങളും മറ്റ് വിദ്യാഭ്യാസ സാമഗ്രികളും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ലൈബ്രറി അല്ലെങ്കിൽ ലിറ്ററസി മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തുടനീളം നിരവധി പബ്ലിക് ലൈബ്രറികൾ, മൊബൈൽ ലൈബ്രറികൾ, റീഡിംഗ് റൂമുകൾ എന്നിവയൊക്കെ സ്ഥാപിക്കുന്നതിലേക്ക് ഈ ഒരു പ്രവർത്തനങ്ങൾ നയിച്ചു. കേരളത്തിൽ 1829 ആദ്യത്തെ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരത്ത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത്. പിന്നീട് 1915 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാനത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. സംസ്ഥാന ഗ്രന്ഥശാലകളുടെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് 1956 സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സ്ഥാപിതമായി. കേരളത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ലൈബ്രറി മൂവ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ്, സെക്സ് റേഷ്യോ ഇൻ കേരള. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതത്തെ പറ്റിയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് സെക്സ് റേഷ്യോയിൽ മുന്നിൽ നിൽക്കുന്നത്. 1084 കേരളത്തിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ, അതായത് സംസ്ഥാനത്ത് പുരുഷന്മാരേക്കാൾ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണുള്ളത്. അപ്പോൾ അതിനെയാണ് സെക്സ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഗൾഫ് മൈഗ്രേഷൻ. ഗൾഫ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കൊരു നല്ല ജീവിത രീതിയും മറ്റും ആഗ്രഹിച്ച് കുടിയേറി പാർക്കുന്നതിനെയാണ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൾഫ് മൈഗ്രേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ബെറ്റർ ലൈഫ് പ്രതീക്ഷിച്ചുകൊണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പ്രതീക്ഷിച്ചുകൊണ്ട് ഗൾഫിലേക്ക് ആളുകൾ പോകുന്നതിനെയാണ് ഗൾഫ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ 1990-കൾക്ക് ശേഷം ഇതിൻ്റെ ഒരു പ്രാധാന്യം കൂടി വരികയാണ് ചെയ്യുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ജെൻഡർ റിലേഷൻ ഇൻ കേരള സൊസൈറ്റി. കേരള സൊസൈറ്റിയുടെ ജെൻഡർ റിലേഷൻ. മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിൽ ഇപ്പോഴും ജെൻഡർ പ്രോബ്ലംസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിപ്പോൾ സ്ത്രീയും പുരുഷന്മാരും തമ്മിൽ വേതനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള പല കാര്യങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ലോകത്ത് തന്നെ നമുക്ക് കാണപ്പെടുന്നതാണ്. പക്ഷെ എന്നാലും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജെൻഡർ റിലേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലെയിൻ ദ ജൈനിസം ആൻഡ് ബുദ്ധിസം ഇൻ കേരള. കേരളത്തിലെ ജൈനിസം അതുപോലെ ബുദ്ധിസം ഇതിനെപ്പറ്റി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൽ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ബുദ്ധമതത്തിൻ്റെ അതേ സമയത്ത് തന്നെ നമുക്ക് ജൈനിസത്തിൻ്റെ വ്യാപനം കാണാൻ വേണ്ടി സാധിക്കും. ജൈന വ്യാപാരികളും മിഷനറിമാരുമാണ് ജൈനമതം കേരളത്തിലേക്ക് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ സംസ്കാരം, തത്വചിന്ത, സമൂഹം എന്നിവയിൽ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള സംസ്കാരത്തിലും മറ്റുമൊക്കെ ജൈനമതം വളരെയധികം വലിയ രീതിയിൽ സ്വാധീനം വഹിച്ചിട്ടുണ്ട്. അഹിംസ, സസ്യാഹാര, ധാർമ്മിക ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ജൈനമതം സഹായിച്ചു. പിന്നീട് ബുദ്ധിസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മിഷനറിമാരെ അയച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് കേരളത്തിലെത്തുകയും അങ്ങനെ കേരളത്തിൽ ബുദ്ധമതം പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രാഹ്മണിക് എമർജൻസ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ ദ കേരള സൊസൈറ്റി. എങ്ങനെയാണ് ബ്രാഹ്മണന്മാരുടെ ഇൻഫ്ലുവൻസ് കേരള സൊസൈറ്റിയിൽ വന്നത്? കേരളത്തിൽ തുടക്ക കാലഘട്ടത്തിൽ തന്നെ, അതായത് ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ട് മുതൽ തന്നെ, BC 3-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ബ്രാഹ്മണന്മാരുടെ കുടിയേറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യ ബാച്ച് 3-ാം നൂറ്റാണ്ടിലും രണ്ടാമത്തെ ബാച്ച് 8-ാം നൂറ്റാണ്ടിലുമാണ് എത്തിയത്. ഒരു വലിയ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പിന്നീട് കേരളത്തിലെ ആദ്യം അവർ വേറെ പല ആവശ്യങ്ങൾക്ക് വന്നതാണെങ്കിലും പിന്നീട് കേരള സൊസൈറ്റിയിൽ വളരെയധികം വലിയ സ്വാധീനങ്ങൾ വഹിക്കാനും മറ്റും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പല കാര്യങ്ങളും ഇതിലൂടെ അവരുടെ ഹിന്ദുമതം അതുപോലെ ജാതീയത ഇതൊക്കെ വേരുറപ്പിക്കാനും മറ്റുമൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇവരുടെ വരവോടുകൂടിയാണ് കേരളത്തിലെ ജാതി വ്യവസ്ഥക്ക് തുടക്കമാവുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ഓൺ കേരള സൊസൈറ്റി? കേരള സൊസൈറ്റിയിൽ കോളനിവൽക്കരണം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെ? ഏകദേശം ഇന്ത്യയിൽ എന്ന പോലെ കേരളത്തിലും 200ഓളം വർഷം കോളനിയാക്കി വെക്കുകയും അവർ ഇന്ത്യയിൽ ചെയ്ത പോലെ കേരളത്തിലുള്ള പല സാധനങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറ്റി അയക്കുകയും അങ്ങനെ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം സ്ഥാപിച്ച് ചൂഷണം ചെയ്യുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അവരുടെ ഇങ്ങനെ ചൂഷണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചില കാര്യങ്ങൾ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് റോഡുകൾ, തുറമുഖങ്ങൾ, മറ്റ് ഗതാഗത സൗകര്യങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കുന്നതിൽ അവർ ഒരു കാരണമായി. കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും അത് പിൽക്കാലത്ത് കേരളത്തിലെ പല ഗവൺമെൻറ്റുകൾക്കും അത് ഉപകാരപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന് ഒരു ചൂഷണം ചെയ്ത് ഭരണം നടത്തുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. 19, വാട്ട് വേർ ദ ഫോംസ് ആൻഡ് ചേഞ്ചസ് ഓഫ് ഫാമിലി എമംഗ് ഹിന്ദുസ് ഇൻ കേരള സൊസൈറ്റി? കേരള സൊസൈറ്റിയിൽ ഹിന്ദുയിസത്തിലെ ഫാമിലി, അതുപോലെ ഫാമിലിയിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. മറ്റുള്ള മതങ്ങളെപ്പോലെ തന്നെ ഹിന്ദു മതത്തിലും കുടുംബത്തിന് വളരെയധികം വലിയ പ്രാധാന്യമുണ്ട്. ഹിന്ദു മതത്തിൽ കുടുംബത്തെ ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പുരുഷാധിപത്യ സ്വഭാവമുള്ള കുടുംബമായിരുന്നു ഹിന്ദു സമുദായത്തിൽ ഉണ്ടായിരുന്നത്. പിതാവ് കുടുംബത്തിൻ്റെ തലവനും വീട് കൈകാര്യം ചെയ്യുന്നതും കുട്ടികളെ വളർത്തുന്നതും അമ്മയുടെ ഉത്തരവാദിത്തമായിരുന്നു. കുടുംബത്തിൻ്റെ പവിത്രതക്കും ഐക്യത്തിനും അഖണ്ഡത നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ വളരെയധികം ഊന്നൽ നൽകുന്നു. എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബ സമ്പ്രദായം നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഹിന്ദു ഫാമിലിയിലെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് നായർ തറവാട്. നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാതൃഭരണത്തിൻ്റെ കീഴിൽ താമസിക്കുന്നതിനെയാണ് നായർ തറവാട് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നമ്പൂതിരി ഇല്ല. നെക്സ്റ്റ്, ഇവൻ ഇൻഫ്ലുവൻസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ ഇൻ കേരള സൊസൈറ്റി. കേരള സൊസൈറ്റിയിൽ മറ്റുള്ള മതങ്ങൾക്ക് ഉള്ള പ്രധാനപ്പെട്ട പങ്കുകൾ എത്രത്തോളമാണ് വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങൾ കേരളത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്? പ്രധാനമായിട്ടും ക്രിസ്തു, ഇസ്ലാം മതം, അതുപോലെ ജൈന, ബുദ്ധമതങ്ങളൊക്കെ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ജൈന മതത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്തു മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും കാര്യമായിട്ടുള്ളൊരു സ്വാധീനം ക്രിസ്തുമതം ചെലുത്തിയിട്ടുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ തോമസ് ലീഹയുടെ ആഗമനവും അതുപോലെ കേരളത്തിലെ സുറിയാനി സഭയുടെ സ്ഥാപനവും ഈ പ്രദേശത്ത് ക്രിസ്തു മതത്തിൻ്റെ ആരംഭം കുറിച്ചു. പിന്നീട് 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ മിഷനറിമാരുടെ വരവോടെയാണ് കേരളത്തിൽ ക്രിസ്ത്യൻ മതത്തിൽ വിവിധ വിഭാഗങ്ങളായിട്ടുള്ള കത്തോലിക്ക സഭ, ആംഗ്ലിക്കൻ സഭ, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ എന്നിവയുള്ള വിഭാഗങ്ങൾ കേരളത്തിലെത്തുകയും ക്രിസ്തു മതം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറബ്യൻ, പേർഷ്യൻ വ്യാപാരികളായിട്ടാണ് കേരളത്തിലെ നീണ്ട വ്യാപാരി ചരിത്രം ഉള്ളൊരു മേഖലയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് കച്ചവടത്തിനായിരുന്നു വന്നത്. പിന്നീട് അവരിവിടെ സ്ഥിര താമസാക്കുകയും ബിസിനസ്സുകൾ സ്ഥാപിക്കുകയും പള്ളികൾ പണിയുകയൊക്കെയാണ് ചെയ്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു മതവിശ്വാസികളും, രണ്ടാമത് മുസ്ലിം മതവിശ്വാസികളും, മൂന്നാമതാണ് ക്രിസ്ത്യൻ മതവിശ്വാസികളും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മേജർ റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ കേരള സൊസൈറ്റി. കേരളത്തിലെ പ്രധാനപ്പെട്ട മേജർ റിഫോം മൂവ്മെൻറ്റ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ഒരുപാട് റിഫോം മൂവ്മെൻറ്റ്സ്, കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കെതിരെ ഒരുപാട് മൂവ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ ചട്ടമ്പി സ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി, അവരൊക്കെ കേരളത്തിൽ ജാതീയത, അങ്ങനെ അതുപോലെ സ്ത്രീകളുടെ ഉന്നമനം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങളും മറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററസി മൂവ്മെൻറ്റ്സ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കേരള സൊസൈറ്റി. കേരള സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലിറ്ററസി മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ലിറ്ററസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് സാക്ഷരത അല്ലെങ്കിൽ ലിറ്ററസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ലൈബ്രറി മൂവ്മെൻറ്റുകളും മറ്റൊക്കെ സ്ഥാപിച്ചു. ലിറ്ററസി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈബ്രറികളും മറ്റൊക്കെ കേരളത്തിൽ സ്ഥാപിക്കുന്നത്. നമ്മൾ നേരത്തെ ലൈബ്രറി മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതാണ് എഴുതേണ്ടത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് കേരളാസ് പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റ്. കേരള പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റിനെ കുറിച്ച് എഴുതേണ്ടത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കേരളത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള ഇത് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേരള പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റ് വരുന്നത്.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിലെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം 1960-കളിലാണ് കേരളത്തിൽ ഉയർന്നു വന്നത്. ശാസ്ത്ര വരേണ്യ വർഗത്തിൻ്റെ മാത്രം മേഖലയല്ല, മറിച്ച് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാവർത്തികമായിരിക്കണമെന്ന് വിശ്വസിച്ചൊരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും എഴുത്തുകാരും ചേർന്നാണ് KSSP കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിച്ചത്. കേരളത്തിൽ തിരുവനന്തപുരത്തായിരുന്നു അതിൻ്റെത്. ഇതിൻ്റെ ഭാഗമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സിബിഷനുകളും അതുപോലെ ലഘുലേഖ വിതരണങ്ങൾ, സയൻസ് ക്യാമ്പുകളും മറ്റുമൊക്കെ അവർ ഇതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചു. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ സെക്ഷനിൽ പഠിക്കാനുള്ളത്, രണ്ടാമത്തെ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി സെക്ഷൻ സിയിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റീസ് ഓഫ് കേരള ആൻഡ് എക്സ്പ്ലെയിൻ ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. കേരളത്തിലെ ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും 3 ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റീസാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക കേരളത്തിനെ സംബന്ധിച്ച്. ഇടനാട്, മലനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് വരുന്നത്. ഏറ്റവും കടലിനോട്, പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്നുള്ള ഭാഗത്തെയാണ് തീരപ്രദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും മത്സ്യവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും അതുപോലെ മുക്കുവന്മാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. തീരപ്രദേശങ്ങൾ വലുതും പയതുമായ ഒരുപാട് പട്ടണങ്ങളുണ്ട്. അതുപോലെ ജനസാന്ദ്രത കൂടുതലാണ്. ഇതിലൂടെ അറബിക്കടലിലൂടെ പുറം ലോകവുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു ചരിത്രം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആ രീതിയിലാണ് തീരപ്രദേശം. മലനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര പ്രദേശങ്ങളെയാണ്, കേരളത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കുന്നുകൾ, വനങ്ങൾ, നദികൾ എന്നിവയ്ക്ക് പേരുകേട്ട പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 40 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലനാട് ജനസാന്ദ്രത പൊതുവെ കുറഞ്ഞ പ്രദേശമാണ്. ഇടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള ഭാഗത്തിനെയാണ് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ. ഇടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലനാടിനും അതുപോലെ തീരപ്രദേശത്തിനും ഇടയിലുള്ള സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. ലാറ്ററൈറ്റ് മണ്ണാണ് ഇവിടെ ഉപയോഗിക്കുക. ഏലം, തേയില തുടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, കുരുമുളക്, റബ്ബർ, ഇഞ്ചി അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിളകളൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള മണ്ണ്. 25 എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് ഓഫ് ഫാമിലി ആൻഡ് മാരേജ് ഓഫ് കേരള സൊസൈറ്റി. കേരള സൊസൈറ്റിയിൽ ഫാമിലിയിലും മാരേജിലും വന്ന മാറ്റങ്ങൾ നമുക്കറിയാം. മറ്റുള്ള കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫാമിലിയിലായാലും മാരേജിലായാലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രാധാന്യം കൂടി. ഫാമിലിയുടെ കേസിൽ പറയുകയാണെങ്കിൽ അണുകുടുംബങ്ങളുടെ എണ്ണം കൂടി. ഇതൊക്കെ നമുക്കൊരു ചേഞ്ചസ് ആയിട്ട് പറയാം. മാരേജിലാണെങ്കിൽ കൂടുതൽ പ്രാധാന്യം വധുവരന്മാർക്ക് കിട്ടി തുടങ്ങി. അതുപോലെ ആഘോഷങ്ങൾ മറ്റൊക്കെ കൂടുതലായി. അങ്ങനെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ചേഞ്ചസ് ആണ് എഴുതേണ്ട ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൻ അക്കൗണ്ട് ഓഫ് ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെൻറ്റ് ഓഫ് കേരള. നേരത്തെ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം നോക്കിയാൽ മതി. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻ കേരള. കേരളത്തിലെ മാർജിനലൈസ്ഡ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും കേരളത്തിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 3ആയിട്ട് തരംതിരിക്കാം. മത്സ്യത്തൊഴിലാളികൾ, ആദിവാസികൾ, കർഷകർ. അതിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് കുറവ്, അതുപോലെ ഉയർന്ന ഇന്ധന ചെലവ്, സർക്കാരിൻ്റെ പിന്തുണയില്ലായ്മ, വൈവിധ്യവൽക്കരണത്തിൻ്റെ അഭാവം, സുരക്ഷാ പ്രശ്നങ്ങൾ, തീരദേശ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ ട്രോളിങ്, അങ്ങനെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഒന്നാണ് ആദിവാസികൾ. അവർക്ക് ഭൂരഹിതരായിരിക്കും. അതുപോലെ വനവിഭവങ്ങളുടെ നഷ്ടങ്ങൾ, താഴ്ന്ന വരുമാനം, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, ആരോഗ്യ പ്രശ്നങ്ങൾ, വിവേചനം, കാലാവസ്ഥ വ്യതിയാനം, ഇതൊക്കെയാണ് ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ കർഷകർ, കാലാവസ്ഥ വ്യതിയാനം, കൃഷിയെ ആശ്രയിച്ചു മാത്രമുള്ള ജീവിതം, കടം, ആത്മഹത്യ, ഭൂമി ഏറ്റെടുക്കൽ, കുടിയൊഴിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്രയാണ് മാർജിനലൈസ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഇവരെയാണ്. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 3 സെക്ഷനിലായിട്ട് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പരീക്ഷ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം എല്ലാതും ഈ ഒരു 4 മൊഡ്യൂളത്തെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക.